ഗുഡ് മോർണിംഗ്. നിങ്ങൾ +2 പഠനത്തിന് ശേഷം ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ NIOS +2 കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസ് എന്ന വിഷയത്തിലെ 4ാമത്തെ അധ്യായം നിങ്ങളെ ഏറെ സഹായിക്കുന്നതാണ്. ഈ അധ്യായത്തിൽ എന്താണ് ബിസിനസ്, ബിസിനസിന്റെ വിവിധ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്, അതിന്റെ ഗുണദോഷ വശങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായും 5 ബിസിനസ് സംഘടനാ രൂപങ്ങളാണ്: സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അഥവാ ഏകാംഗ വ്യാപാരം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് അതായത് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ബിസിനസ് രീതിയാണ് ഇത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് ആണ്. അതുപോലെ തന്നെ പങ്കാളിത്തം അഥവാ പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സംഘങ്ങൾ, അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറില്ലേ സഹകരണ സംഘങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്, അല്ലെ? തീർച്ചയായിട്ടും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അഥവാ ഏകാംഗ വ്യാപാരം. എന്താണ് ഏകാംഗ വ്യാപാരം? ഒരു വ്യക്തി സ്വന്തം രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഏകാംഗ വ്യാപാരം. അതായത് സോൾ ട്രേഡർ, അല്ലെ? ഏകാംഗ വ്യാപാരി. ആ വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഗുണദോഷ വശങ്ങൾ എളുപ്പമാണ്. കാരണം എന്താ? നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കാണാറുണ്ട് മെഡിക്കൽ ഷോപ്പ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഒരു കട, അല്ലെ? ആ വ്യക്തി, ആ കടയുടമയാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഈസി ടു ഫോം, അല്ലെ? രൂപീകരിക്കാൻ എളുപ്പമാണ്. ബാധ്യത എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ഒരു വ്യക്തിയിൽ ലിമിറ്റഡ് ആണ്, അല്ലെ? കാരണം എന്താണ്? ആ ഒരു വ്യക്തിയുടെ വരുമാനത്തെയോ അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള മൂലധനത്തെയോ ആശ്രയിച്ചിരിക്കുന്നു അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഗുണദോഷ വശങ്ങൾ ഏറെയുണ്ട് ഓരോ ബിസിനസ് രീതിക്കും. സാധാരണയായിട്ട് ഏകാംഗ വ്യാപാരം എന്താണ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ചുകൂടാനാവാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും പങ്കാളിത്തം, അതുപോലെ തന്നെ പങ്കാളിത്ത ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, പങ്കാളിത്ത പ്രമാണം, ഇതിനെയൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും പങ്കാളിത്ത പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ്. ഒരു ബിസിനസ് പ്രവർത്തനത്തിൽ ഒരു പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കേണ്ട ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു പ്രമാണമാണ് ഇത്, ഒരു ഡോക്യുമെന്റ് ആണ് ഇത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ, സഹകരണ സംഘങ്ങളാണെങ്കിൽ അംഗങ്ങളുടെ മെമ്പേഴ്സിന്റെ വെൽഫെയർ, അല്ലെ? വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്, അംഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടാണ് ഏത് രൂപീകരിക്കുന്നത്? ഈ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. തീർച്ചയായിട്ടും അതെന്താണ്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നമ്മൾ ബിസിനസ് ഒക്കെ ലാഭം ലക്ഷ്യമാക്കിയാണെങ്കിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അംഗങ്ങളുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ഗുണദോഷ വശങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ഏതെങ്കിലും ഗുണങ്ങളോ 2 ഗുണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ വാട്ട് ആർ ദ 2 ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും സാധാരണയായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻ ചോദിച്ചു വരാറുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നാഷണൽ അക്കാദമിയിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നിങ്ങൾ ഓരോ ബിസിനസ് രീതിയും അതിന്റെ ഗുണദോഷ വശങ്ങളും പഠിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? നല്ലൊരു ബിസിനസ് തെരഞ്ഞെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രാപ്തരാക്കുന്നതാണ് ഈ ഒരു അധ്യായം എന്ന് പറയുന്നത്. മടിച്ചു നിൽക്കേണ്ട, ജോയിൻ ചെയ്തോളൂ നാഷണൽ അക്കാദമിയിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.